ചത്ത പച്ച ജസ്റ്റ് ഇപ്പൊ അങ്ങോട്ട് കണ്ട് വീട്ടിലോട്ട് വന്ന് കയറി. ആക്ച്വലി ഒരു പ്രതീക്ഷയില്ലാതെ കയറിപ്പോയി കണ്ട പടവാ. പക്ഷെ അത്ര അങ്ങോട്ട് നിരാശപ്പെടുത്താതെ ഫുൾ ഇരുന്ന് കാണാനുള്ള വകുപ്പ് ഈ സിനിമയ്ക്കകത്തുണ്ട്. നമസ്കാരം എല്ലാവർക്കും, ചത്ത പച്ച റിവ്യൂയുടെ എന്റെ ഒപ്പീനിയനിലേക്ക് സ്വാഗതം. സിനിമ തുടങ്ങുന്ന വളരെ സ്ലോ പേസിൽ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ചെറിയൊരു ലാഗ് ഒട്ടക്ക സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തു. ഈ പിള്ളേരുടെ ഒരു കഥ പറയുന്ന സമയം, അതിനുശേഷം സിനിമ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ക്യാരക്ടർ വരും. എടുത്ത് പറഞ്ഞേ പറ്റൂ, റോസ്മോൾ. എന്റെ കൈസ് എന്ത് ക്യൂട്ട്. എനിക്ക് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് ക്യൂട്ടായിട്ടുള്ള അഭിനയം, എന്ത് ഭയങ്കര എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിലും ഭയങ്കര രസ. കുട്ടിയുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, പക്ഷെ മോളെ നീ കിടുക്കി. വേറെ ഏതെങ്കിലും സിനിമ ലഭിച്ചിട്ടുണ്ട്? എവിടേക്കോ കണ്ട പോലെ ഈ സിനിമ ഒരു വ്യത്യസ്തമായ ജോണറിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ WWE ഒക്കെ കണ്ട് അത് ക്രൈസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഇതൊരു കംപ്ലീറ്റ് അടിപ്പടവാ. എന്നാ ഫൈറ്റ് മാത്രമാണോ? അല്ല, ഫുൾ ഒരു കൊച്ചി വൈബിൽ ഓടുന്ന ഒരു അടിപ്പടം. എന്നാ അങ്ങ് നാടൻ തല്ലല്ല, അങ്ങ് റിങ്ങിലെ ഫൈറ്റാ. ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എടുത്ത് പറയണം. എസ്പെഷ്യലി വില്ലൻ. എന്താടാ വില്ലന്റെ പേര് ഞാൻ എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സിനിമയുടെ ഒരു ഗുമ്മങ്ങ് പോകും. അർജുൻ ബ്രോ കിടിലം. റോഷൻ ഇതിലെ സ്വാഗം ഉണ്ടല്ലോ, കിണ്ണന. വൈശാഖ് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആക്ടേഴ്സിനെ ആദ്യം മെൻഷൻ ചെയ്ത കാര്യം, ഇതിൽ ഫുൾ ഫൈറ്റ് സീൻ ആണെന്ന് പറഞ്ഞു. ഈ ഫൈറ്റ് സീന് ഫൈറ്റ് ആണ് എന്ന് നമുക്ക് തോന്നില്ലടേ. എന്ത് നാച്ചുറലായിട്ട് ഇടിച്ച് അടിച്ച് ഉറക്കുന്ന പരിപാടികളൊക്കെയാണ്. നമുക്ക് ഒരിക്കലും ഇത് സിനിമയല്ലേ ഇടിക്കുക അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഒഴുക്കിലാണ് ഓരോ അടി വീഴുന്നത്. ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത ടീംസ് ഹെഡ്സ് ഓഫ്. മെയിൻ കാര്യം, ഇതില് ക്യാമിയോ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ക്യാമിയോയ്ക്ക് ഒത്തിരി ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ സിനിമ കാണാൻ പോകണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് ഞാൻ പറയും. ക്യാമിയോ ഇല്ലെങ്കിലും ഈ സിനിമ ആ ഒരു ഓളത്തിൽ ഇങ്ങനെ പോകും. പക്ഷേ ക്യാമിയോ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി കാണും. ഫൈറ്റ് സീൻ കാണുമ്പോൾ ചിലർ കരയും, ആ സെയിം ഫൈറ്റ് സീൻ കാണുമ്പോൾ ചിലർ ചിരിക്കും. ആ മൂഡിലാണ് ഇതിന്റെ ഫൈറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ചിരിക്കാനും പറ്റും, എന്നാൽ ഒന്ന് ഇമോഷണലി ഒന്ന് ടച്ച് ആവാനും പറ്റും. നിങ്ങൾ സിനിമ പോയി കാണുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അഭിപ്രായം പറ. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേജ് ഫോളോ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ.